ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേതിയാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കടായി ചിക്കൻ ആണ്. അപ്പോൾ ഞാനിട്ടിരുന്ന ചിക്കൻ ഫ്രൈഡ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ, ഒന്ന് കയറി കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു കടായി ചിക്കൻ ചെയ്യാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കൻ നന്നായി കഴുകി ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ഇട്ടത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അത് കാശ്മീരി ചില്ലിയും നമ്മുടെ സാധാ മുളകുണ്ടല്ലോ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ് ഞാൻ ചേർത്തത്. അതാകുമ്പോൾ നമ്മളുടെ ചിക്കന് നല്ല കളറും കിട്ടും, നല്ലൊരു എരിവും ഉണ്ടാവും. അപ്പോൾ മുളക് പൊടി നമ്മളുടെ വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ ചേർത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊരു 1.5 സ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് വിനീഗറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിനീഗർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നാരങ്ങ നീരുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താൽ മതി. ഒരു നാരങ്ങയുടെ പകുതി അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 സ്പൂൺ വിനീഗറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂട്ടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ പീസിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിലൊരു അരമണിക്കൂർ നമുക്കിത് ഈ മസാലയൊക്കെ പിടിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സെറ്റായിട്ട് ഇടാം കേട്ടോ. കാരണം ഫുൾ ചിക്കൻ നമുക്ക് ഒരുമിച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 സെറ്റായിട്ട് ഇടാം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ. ഇപ്പോൾ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കി എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടാമതിട്ട ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ഗ്രേവി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ ഒരു കടായി തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ അതിൽ തന്നെ നമ്മൾ ഉള്ളിയിട്ട് വരട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത അതേ ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 3 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഞാനതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ കുറച്ച് ഉപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ. സവാള ഒന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി പച്ചമുളകാണ് ആഡ് ചെയ്തത്. ഞാൻ 2 പച്ചമുളക് നീളത്തിലാണ് കേട്ടോ അരിഞ്ഞ് ചേർത്തത്. അപ്പോൾ ചെറുതായിട്ടൊന്നും അരിഞ്ഞ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എരിവിന് നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ സവാളയും നമുക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സവാള ചേർക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. ഇനി തക്കാളി ഒന്ന് കുക്കായെന്ന് ഉടഞ്ഞു വരുന്ന പരുവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് മുളക് പൊടിയാണ് ആവശ്യം. ഞാനിവിടെ കാശ്മീരി മുളകും നമ്മളെ സാധാ മുളകും ഉണ്ടല്ലോ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കളറും കിട്ടും, നല്ല എരിവും കിട്ടും. ഞാൻ 1.5 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം വലിയ ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം, അതിൻ്റെ പൊടിയാണ്. ഞാനിവിടെ 1 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന, അപ്പോൾ ആ ചിക്കൻ പീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 3 സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ആ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഗ്രേവിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കോൺഫ്ലോർ എടുക്കണം കേട്ടോ. നല്ല ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലോർ എടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ച് വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു സെമി ഗ്രേവി ടൈപ്പ് ആയിരിക്കും. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ കോൺഫ്ലോർ ഒന്ന് തിളച്ചൊന്ന് വെന്ത് വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ റെഡിയാവും. അതിപ്പോൾ നന്നായി ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലോറൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ്. അതുപോലെ തന്നെ വളരെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ കടായി ചിക്കൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്